എല്ലാവർക്കും കളേഴ്സ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കടുകോയിക്കൽ മോട്ടോഴ്സ് എന്ന ബസ്സിൻ്റെ ഡീറ്റെയിൽസാണ്. അശോക് ലൈലാൻഡ് CH2010 2T6R എന്ന മോഡലിൽ വരുന്ന ചേസാണിത്. BS6 മാനദണ്ഡത്തിൽ 6 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനം പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ വീൽ ബേസ് 5156 mm, മാക്സിമം ടോർക്ക് 700 mm, മാക്സിമം പവർ 197 HP യുമാണ്. സീറ്റോട് കൂടിയാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. കൊണ്ടോടി ഓട്ടോഗ്രാഫ്റ്റിലാണ് ഈ വാഹനത്തിൻ്റെ ബോഡി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. കൊണ്ടോടിയുടെ ലക്ഷോറ എന്ന മോഡലിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. കൊണ്ടോടിയിൽ നിന്നും ബസ്സാക്കി പുതുപ്പള്ളി പള്ളി വഴി വന്ന പള്ളിയിൽ ബസ് വഞ്ചരിച്ച ശേഷം അവിടുന്ന് ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. കൊണ്ടോടിയിൽ നിന്നും ഫ്രണ്ട് ഗ്ലാസ്സിലെയോ ബാക്ക് ഗ്ലാസ്സിലെയോ പേരുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരു സ്റ്റിക്കർ വർക്കുകളും കൊണ്ടോടിയിൽ നിന്നും ചെയ്തില്ല. ഈ വാഹനം പള്ളിയിൽ വഞ്ചരിച്ചതിന് ശേഷം തെങ്ങണായിൽ പ്രവർത്തിക്കുന്ന കളേഴ്സ് എന്ന സ്ഥാപനത്തിൽ കൊണ്ടുവന്നാണ് സ്റ്റിക്കർ വർക്കുകളെല്ലാം ചെയ്തത്. ഞാനാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റിക്കർ വർക്കുകളെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ പേര് സ്റ്റിക്കർ ചെയ്തു. പണ്ട് മുതലേ ഉള്ള ലെറ്ററാണിത്. മലയാളത്തിൽ ഒരു ഒഴുക്കൻ മട്ടിലാണ് ഇതിൻ്റെ ഫ്രണ്ട് നെയിം വന്നിരിക്കുന്നത്. ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞതിൽ ഒരു മൾട്ടി കളർ ഡിസൈനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെയും ബാക്കിലെയും സ്റ്റിക്കർ ചെയ്തതിനു ശേഷം ഇവരുടെ കേന്ദ്രമായ ഹരിപ്പാട്ടേക്ക് പോയി. പള്ളിപ്പാടാണ് ഇവരുടെ സ്ഥലം. ഈ ബസ് കൂടാതെ മറ്റ് 5 സർവീസുകൾ കൂടി ഇവർക്കുണ്ട്. ഹരിപ്പാട്ട് നിന്നും പന്തളം, ഹരിപ്പാട്ട് നിന്നും പത്തനംതിട്ട, മലയാലപ്പുഴ, കൂടാതെ മണ്ണാർശാലയിൽ നിന്നും പത്തനംതിട്ടയിലോട്ട്, കൂടാതെ തിരുവല്ലയിലോട്ട്, അങ്ങനെ 5 സർവീസുകളാണ് ഇവർക്ക്. 5ഉം ഈ ബസ്സും കൂടെ കൂട്ടി 6 സർവീസുകളാണ് ഇവർക്ക് ഉള്ളത്. അങ്ങനെ വണ്ടിയുടെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു. ഞാൻ ആ സ്റ്റിക്കറെല്ലാം കട്ട് ചെയ്ത് പള്ളിപ്പാട് പോയി സ്റ്റിക്കർ വർക്കുകൾ ചെയ്യുകയാണ്. ആദ്യം തന്നെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറുകളെല്ലാം തന്നെ ബസ്സിനുള്ളിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് അത്യാവശ്യം വേണ്ട സ്റ്റിക്കറുകൾ എല്ലാം തന്നെ പ്രിൻ്റ് ചെയ്തു. സൈഡിലെ പേര് കടുകോയിക്കൽ എന്ന പേര് വൈറ്റ് ലെറ്ററിൽ ഒരു യെല്ലോയും റെഡും ഷെയ്ഡും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വാഹനം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ സൈഡിൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അവരുടെ കുട്ടികളുടെ പേര് ജ്വാല, ജുവൽ, ജിയ എന്ന പേരും സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ പലർക്കും ഓവറായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റിക്കർ ചെയ്യാത്തതാണ് നല്ലത് എന്ന പല അഭിപ്രായങ്ങളും വരാറുണ്ട്. സ്റ്റിക്കർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബസ് ഓണർ വരുമ്പോൾ ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അരി മേടിക്കാൻ വേറെ മാർഗമില്ല. ഓവറായി ചെയ്യാൻ പറയുന്നവന് ഓവറായി ചെയ്യുന്നു, മീഡിയം ലെവലിൽ ചെയ്യാൻ പറയുന്നവന് മീഡിയം ലെവലിൽ ചെയ്തു കൊടുക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, അല്ല ഓവറായിട്ട് തന്നെ ഇത് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോറുകളിലെ ഗ്ലാസുകളിൽ K കൂട്ടി ഒരു ലോഗോ വെച്ച് 2 ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 ഫുട്ബോർഡിലും വെൽക്കം സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ബാഗിൽ കടുകോയിക്കൽ ജുവല്ലേഴ്സ് ആൻഡ് ഫൈനാൻസിയേഴ്സ് പള്ളിപ്പാട് എന്ന ഒരു അവരുടെ അഡ്രസ്സും സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ബാക്കി ബമ്പറിലും അത്യാവശ്യം സ്പേസ് ഉള്ളിടത്തെല്ലാം തന്നെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഓവറായി പോകുമോ എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. ചെയ്യുക, അതിൻ്റെ റിസൾട്ട് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുകയുള്ളൂ. ഫ്രണ്ടിൽ 2 മിററുണ്ട്, കൊമ്പ് ഔത്തിലും സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. 2 കൊമ്പുകളിലും സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഈ പേരിൽ വന്നിരിക്കുന്ന ഈ കളർ കോഡ് അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് ഇവരുടെ ഒരു വാഹനത്തിൽ ചെയ്യുന്നത്, ഒരു ബസ്സിൽ ചെയ്യുന്നത്. അത് ഇവരുടെ ഒരു അഭിപ്രായത്തിൽ ചെയ്തതാണ്. എന്നാൽ ലെറ്റർ പഴയ തന്നെയാണ്, ഫോണ്ട് പഴയ തന്നെയാണ്. 6 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഇത്. 6 ഗിയറുകളാണ് ഇതിലുള്ളത്. കൂടാതെ 36 സീറ്റുകൾ ഇതിലുണ്ട്. ആദ്യം ഈ വണ്ടി ഇവരുടെ മറ്റൊരു വണ്ടിക്ക്, പന്തളം ഓടുന്ന വണ്ടിക്ക് TP ഓടി നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ടേ ഹരിപ്പാട് നിന്നും മലയാലപ്പുഴയ്ക്ക് ഈ വാഹനം സർവീസ് നടത്തുന്നുള്ളൂ. ഹരിപ്പാട്, കവല, മാവേലിക്കര, മാങ്കാങ്കുഴി, പന്തളം, തുമ്പമൺ, കൈപ്പട്ടൂർ, പത്തനംതിട്ട എന്നീ സ്ഥലങ്ങളിൽ കൂടിയാണ് ഈ വാഹനം കടന്നു പോകുന്നത്.
ബാക്കിൽ കാണുന്ന ആ ലൈറ്റിൽ 4 ലൈറ്റുള്ളൂ, ബാക്കി 2 സ്റ്റിക്കറാണ്. അത് കൊണ്ടോട്ടിയിൽ നിന്നും തന്നെ ചെയ്തു വന്നിട്ടുള്ളതാണ്. പുതിയ ബോഡി കോഡിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ കാണാനില്ല. മാറ്റങ്ങൾ ഇതിൻ്റെ ഒരു എസ്കേപ്പ് ഹാച്ചും 2 എയർ വിൻഡോകളും ഇതിൽ വന്നിട്ടുണ്ട്. എയർ പാസിംഗ് വിൻഡോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കൂടാതെ ഫ്രണ്ട് ഫുട്ബോർഡ് ശകലം കയറിയാണ് വന്നിരിക്കുന്നത്. അതായത് ഫ്രണ്ട് ഫുട്ബോർഡിന് ഫ്രണ്ടിലായിട്ട് ഒറ്റ സീറ്റേ നിലവിലുള്ളൂ. കൂടാതെ എന്ത് മാറ്റങ്ങളാണ് ഇത് വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫ്രണ്ട് ഫോഗ് ലാമ്പിൻ്റെ അവിടെയും എല്ലാം തന്നെ നല്ല രീതിയിലല്ല, ഓവറായിട്ട് തന്നെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. നല്ലതാണോ ചീത്തതാണോ എന്ന് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ. ഡ്രൈവർ സീറ്റിൻ്റെ പുറകിൽ ഒരു ഈശോയുടെ പടം, അവരുടെ അഡ്രസ്സ് എന്നീ കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഏതായാലും കൊണ്ടുവന്ന സ്റ്റിക്കറെല്ലാം ഉള്ള സ്പേസിൽ ഒട്ടിച്ച് തീർത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. എനിക്കിവിടെ 2 ദിവസം വരേണ്ടി വന്നു. തെങ്ങണായിൽ നിന്ന് 2 ദിവസം വന്നിട്ടാണ് 2 പ്രാവശ്യം വന്നിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. ആദ്യം വന്ന ദിവസം 6 മണി വരെ വർക്ക് ചെയ്തു. എന്നാൽ ഇരുട്ടായത് കാരണം ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് അന്നത്തെ പണി അവിടെ പൂർത്തിയാക്കി അടുത്ത ദിവസം ഒന്നും കൂടി എനിക്ക് വരേണ്ടി വന്നു. റൂട്ട് ബോർഡും സ്റ്റിക്കർ ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നത്. കൂടാതെ 2026 എഡിഷൻ എന്നൊരു സ്റ്റിക്കറും ഇതിൻ്റെ ക്വാർട്ടർ ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ അകത്ത് ഒരു 6 അല്ലെങ്കിൽ 8 ഫാനുകളുണ്ട്, ചെറിയ ഫാനുകളുണ്ട്. അത് ഇവരുടെ ഉടമസ്ഥൻ്റെ ആവശ്യപ്രകാരം ഫിറ്റ് ചെയ്തതാണ്. കൂടാതെ അകത്തെ സ്ത്രീകൾ, പുരുഷന്മാർ എന്നീ സ്റ്റിക്കറുകളും ഞാൻ സ്റ്റിക്കർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് 6 സീറ്റുകൾ വേണമെന്നാണ് പുതിയ നിയമം. അതുപോലെ മുതിർന്ന സ്ത്രീകൾക്കും 6 സീറ്റുകൾ വേണം എന്നതാണ് നിയമം. അവയെല്ലാം തന്നെ സ്റ്റിക്കർ ചെയ്തു. കൂടാതെ കടുകോയ്ക്കൽ എന്ന പേരിന് ചുറ്റും ഒരു റൗണ്ടിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഫ്ലാഗിൻ്റെ സ്റ്റിക്കറും സൈഡിൽ ഡിജിറ്റൽ റൂട്ട് ബോർഡുകളുണ്ട് ഈ വാഹനത്തിൽ. ബാക്കിലും ഫ്രണ്ടിലും ഓരോ ഡിജിറ്റൽ റൂട്ട് ബോർഡുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 സീറ്റുകൾ ഇടവിട്ട് ചെറിയ ഫാനുകളും ഈ വാഹനത്തിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ബോഡി കോഡിൽ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഉള്ളതാകാം, അല്ലായിരിക്കാം, അതറിയില്ല എനിക്ക്. കൂടാതെ 2 സൈഡിലുമായി 2 എമർജൻസി വിൻഡോകൾ, എമർജൻസി വിൻഡോ ഗ്ലാസ് ബ്രേക്കറുകൾ, ഫയർ എക്സ്റ്റിങ്ക്വിഷറുകൾ എന്നിവയെല്ലാം തന്നെ മറ്റു വാഹനങ്ങളിലെ പോലെ ഈ വാഹനത്തിലും ഉണ്ട്. ഈ വാഹനത്തിൻ്റെ സ്റ്റിക്കർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ കാണാത്തവർ കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നൽകണമെന്ന് അഭിപ്രായപ്പെടുന്നു.